ട്രംപ് ഗസയെ അമേരിക്കയ്ക്ക് വേണമെന്ന് പറയുന്നത് ഒരു രസത്തിന് വേണ്ടി പറയുന്നതാണോ അതോ അമേരിക്കയുടെ ഒരു രാഷ്ട്രീയ താല്പര്യം മാത്രമാണോ അത്? അല്ല, ട്രംപ് ഫാമിലിക്ക് ഇക്കാര്യത്തിൽ വലിയ ബിസിനസ് താല്പര്യങ്ങളുണ്ട് എന്നതാണ് സത്യം. അതിനപ്പുറം ട്രംപിന്റെ ജൂതനായ മരുമകന്റെ ചില തീരുമാനങ്ങളുണ്ട്. ഇസ്രായേൽ, പാലസ്തീൻ, ഹമാസ്, ഗസ, ലബനൻ, ജോർദൻ, സിറിയ, സൗദി അറേബ്യ, ഇറാൻ എന്നൊക്കെ ട്രംപ് അധികാരമേറ്റത് മുതൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഓരോ ദിവസവും പലതരത്തിലുള്ള വാർത്തകൾ, ചർച്ചകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിന് പിന്നിൽ സത്യത്തിൽ അമേരിക്ക എന്ന രാജ്യത്തിന്റെ താല്പര്യം മാത്രമല്ല, ഒരു ബിസിനസ്സുകാരന്റെ, അയാളുടെ രണ്ടാൺമക്കളുടെ, അയാളുടെ മരുമകന്റെ, അവരടങ്ങുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളാണ്. ട്രംപ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലെ രണ്ടാൺമക്കളായ ട്രംപ് ജൂനിയറും എറിക് ട്രംപും മകൾ ഇവാങ്ക ട്രംപിന്റെ ഭർത്താവായ ജാരദ് ക്രൂഷ്ണർ, സത്യത്തിൽ ഇവരും ട്രംപ് ഓർഗനൈസേഷൻ എന്ന ബിസിനസ് ഗ്രൂപ്പുമാണിപ്പോൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പോളിസി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതിശയോക്തിയൊന്നും ഇല്ല എന്ന് പറയാം. മിഡിൽ ഈസ്റ്റ് ബിസിനസ് മിക്കവാറും ഒക്കെ ചുറ്റിത്തിരിയുന്നത് ട്രംപിന്റെ മരുമകൻ ജാരദ് ക്രൂഷ്ണർ ചിന്തിക്കുന്ന പോലെയാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളിലൊക്കെ വലിയ പങ്കുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ ഗസ ഏറ്റെടുക്കലിലൊക്കെ നല്ല ഒന്നാം തരം പ്രാക്ടീസിങ് ജൂതനാണ് ജാരദ് ക്രൂഷ്ണർ. കോഷർ ഭക്ഷണം മാത്രം കഴിക്കുന്ന, സാബത്ത് ആചരിക്കുന്ന. സാബത്ത് എന്താ നിങ്ങൾക്കറിയാം? വെള്ളിയാഴ്ച സൂര്യാസ്തമനം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമനം വരെ ഒരു 24 മണിക്കൂറോളം ഒരു ജോലിയും ചെയ്യാതെ ആത്മീയ കാര്യങ്ങളിൽ മാത്രം വ്യാപരിക്കുന്ന ഒന്നാം തരം പ്രാക്ടീസിങ് ജൂതനാണ് ട്രംപിന്റെ മകൻ. ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപ് ഭർത്താവിന്റെ സ്വാധീനം കാരണം ജൂതമതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപിനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഫാമിലിയിൽ നിന്നും വരുന്ന ഈ മരുമകനെ വലിയ ഇഷ്ടമാണ്. അവരും തലമുറകളായി കച്ചവടക്കാര് തന്നെയാണ്. മനസ്സുകൊണ്ട് ട്രംപും ജൂതനാണെന്ന് ട്രംപ് എപ്പോഴും പറയുന്നുണ്ട് എവിടെയോ വെച്ച ഒരു സ്ഥലത്ത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ട്രംപ് ആദ്യ തവണ പ്രസിഡന്റ് ആയപ്പോൾ വൈറ്റ് ഹൗസിൽ സാബത്ത് മെഴുകുതിരികളൊക്കെ തെളിഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിൽ. അപ്പൊ ഇത്തരത്തിൽ ഈ ജൂതന്റെ സ്വാധീനവും താല്പര്യവും ഇപ്പോൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് താല്പര്യങ്ങളായി പുറത്തു വരുന്നുണ്ട്. സൗദി പ്രിൻസ് സൽമാന്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ് ട്രംപിന്റെ ഈ ജൂതൻ മരുമകൻ. ഇനി നമുക്ക് ഗസ വിഷയത്തിലേക്ക് വരാം. ആദ്യം ഗസയെ കുറിച്ച് ട്രംപ് എന്താണ് പറഞ്ഞത്? അമേരിക്കയ്ക്ക് ഗസ സ്ട്രിപ്പ് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട്, അവിടെ അമേരിക്കയ്ക്ക് ചില താല്പര്യങ്ങളുണ്ടെന്നാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടലോര ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണം, ബിൽഡ് റിവിയറ ഇൻ മിഡിൽ ഈസ്റ്റ് എന്ന്. ഇക്കാര്യം ട്രംപ് അല്ല കേട്ടോ ആദ്യമായിട്ട് പറയുന്നത്. ഇതിനു മുമ്പ് ഇതേ സ്റ്റേറ്റ്മെന്റ് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. Gaza's waterfront property, it could be very valuable to if people would focus on kind of building up livelihoods. You think about all the money that's gone into this tunnel network and into all the munitions. If that would have gone into education or innovation, what could have been done? ഇതേ കാര്യം ഒരു വർഷം മുമ്പ് 2024 ഫെബ്രുവരിയിൽ ട്രംപിന്റെ ജൂതൻ മരുമകൻ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുകയാണ്. ഗസയിലെ ഈ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അവിടെയുള്ള ആളുകളെ ഇസ്രായേലിന്റെ സഹായത്തോടെ അവിടെ നിന്നൊക്കെ ഒഴിപ്പിച്ച് അവിടെ ക്ലീൻ ചെയ്തെടുത്ത് റിയൽ എസ്റ്റേറ്റ് പരിപാടി ചെയ്യണമെന്ന ഒരാഗ്രഹം തന്നെയാണ് ഈ മരുമകൻ പറയുന്നത്. ഗസയുടെ തെക്കൻ അതിർത്തി പട്ടണമായ റഫയിൽ അന്ന് ഇസ്രായേൽ വലിയ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുക, അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൃഷ്ണന്റെ ഈ അഭിമുഖം വരുന്നത്. അപ്പോ പലസ്തീനികളെ ഇസ്രായേലിലേക്കോ ഈജിപ്തിലേക്കോ ഇനി വേണ്ടി വന്ന നെഗവ് മരുഭൂമിയിലേക്കോ ഒക്കെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കാനോ അങ്ങനെ ഈ ഗസ ഒഴിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ള ഒരു അഭിമുഖമായിരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രംപ് ഗസയെ കുറിച്ച് പറയുന്നത് പുതിയ കാര്യമല്ല, അമേരിക്കയുടെ കാര്യമല്ല. ട്രംപിന്റെ ബിസിനസ് ഗ്രൂപ്പും ജൂതൻ മരുമകനും എത്രയോ കാലമായി മനസ്സിൽ കാണുന്ന ഒരു സ്വപ്നമാണ് ഗസയിലെ ബിസിനസ്. ട്രംപ് ഫാമിലിയും മിഡിൽ ഈസ്റ്റിനെയോ ഗസയെയോ കാണുന്നത് മനുഷ്യത്വത്തിന്റെ കണ്ണിലൂടെയല്ല കേട്ടോ, മറിച്ച് ബിസിനസ് താല്പര്യങ്ങളോടെയാണ്. റിയൽ എസ്റ്റേറ്റ്, ഹോട്ടൽ, ഗോൾഫ്, ഇതൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങൾ. ജൂതൻ മരുമകൻ ട്രംപിന്റെ ആദ്യ ടേം കഴിഞ്ഞതിന് ശേഷം അഫിനിറ്റി പാർട്ട്നേഴ്സ് എന്നൊരു സ്വകാര്യ ഇക്വിറ്റി ഫണ്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്ലാനുകൾ കണ്ടാൽ ഇത് ഗസയിലൊരു ആഡംബര നഗരം പണിയാനുള്ള പദ്ധതിയാണെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാല് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല കേട്ടോ. അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ ആഴത്തിലുള്ള സാമ്പത്തിക ബന്ധം വളർത്തിയെടുക്കുന്നതിൽ ക്രൂഷ്ണർ തന്റെ സമയവും പണവും കഴിഞ്ഞ കുറെ കാലമായി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ അഫിനിറ്റി പാർട്ട്നേഴ്സിന്റെ പ്രധാന പിന്തുണക്കാരനാണ്. അവരുടെ സോവറിൻ വെൽത്ത് ഫണ്ട് ക്രൂഷ്ണറിന് $2 ബില്യൺ നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബർ വരെ UAEയും ഖത്തറും ഫണ്ടിലേക്ക് സംയുക്തമായി $1.5 ബില്യൺ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇത് വലിയ പണം മറിയുന്ന ഒരു പരിപാടിയാണ്. ഗൾഫ് പണം ഉപയോഗിച്ചുകൊണ്ട് അഫിനിറ്റി പാർട്ട്നേഴ്സ് 2 ഇസ്രായേലി കമ്പനികളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനിയായ ഫീനിക്സ് ഹോൾഡിംഗ്സിൽ, പിന്നെ ഷ്ലാമോ ഹോൾഡിംഗ്സിന്റെ കാർ ലീസിംഗ് വിഭാഗം, ഇതിന്റെ മാതൃ കമ്പനിയായ ഷിമിൽസൺ ഹോൾഡിംഗ്സ് ഇസ്രായേൽ നാവികസേനയുടെ ഏക ആഭ്യന്തര കപ്പൽ നിർമ്മാതാവായ ഇസ്രായേൽ ഷിപ്പ്യാർഡ്സിന്റെ ഒരു ഭാഗിക ഉടമ കൂടിയാണ്. ഇത് വളരെ
വലിയ പണം മറയുന്ന പരിപാടിയാണ്. മിഡിൽ ഈസ്റ്റ് ഐയിൽ വന്ന ഒരു അനാലിസിസിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് ട്രംപിന്റെ അബ്രഹാം കരാറുകളുടെ പ്രധാന ശില്പികളിൽ ഒരാളായിരുന്നു ഈ മരുമകൻ ക്രൂഷ്നർ എന്ന് പറയുന്നുണ്ട്. അബ്രഹാം അക്കോർഡുകൾ എന്ന് വെച്ചാൽ 2020 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു നയതന്ത്ര ഉടമ്പടികളുടെ ഒരു പരമ്പരയാണ്, അത് ശൃംഖല. ഇത് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നന്നാക്കാനായി ഉണ്ടാക്കിയതാണ്. നൂറ്റാണ്ടിന്റെ കരാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് ക്രൂഷ്നർ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട്. അതിൽ വെസ്റ്റ് ബാങ്കിന്റെ 30% ഇസ്രായേൽ കൂട്ടിച്ചേർക്കണമെന്നും സൈന്യമില്ലാതെ ഒരു പാലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കണമെന്നും ഒക്കെ ക്രൂഷ്നർക്ക് പദ്ധതി ഉണ്ടായിരുന്നു. $50 ബില്യൺ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് പാലസ്തീൻ അതോറിറ്റിയെ വശീകരിക്കാനൊക്കെ അയാൾ അന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് നടപ്പായില്ല. പാലസ്തീൻ അത് നിഷ്കരണം തട്ടിക്കളഞ്ഞു. ഞാനിതൊന്നും ഇങ്ങനെ വെറുതെ ഇരുന്ന് കഥയായിട്ട് പറയുന്നതല്ല കേട്ടോ. 2024 ഓഗസ്റ്റിൽ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറായ ജോസഫ് പാൽസ്മാൻ ഒക്കെ ക്രൂഷ്നറെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഗസയുമായി ബന്ധപ്പെട്ട ബിസിനസ് താല്പര്യങ്ങളെ കുറിച്ചൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന പോഡ്കാസ്റ്റുകളൊക്കെ നിങ്ങൾക്കും തിരഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഗസ ചർച്ചകളിലൊക്കെ ട്രംപിന്റെ ജൂതൻ മരുമകന് പ്രധാന റോളുണ്ട്. അതിന്റെ കാരണം ഈ അഫിനിറ്റി പാർട്ട്നേഴ്സ് എന്നൊരു പദ്ധതി കൂടിയാണ്. ട്രംപിന്റെ മരുമകന്റെ ജൂതന്റെ ഗാസ ബിസിനസ് താല്പര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ഇനി നമുക്ക് ട്രംപിന്റെ രണ്ടാൺമക്കളിലേക്കൊന്ന് വരാം, അവരുടെ താല്പര്യം നോക്കാം. ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ ട്രംപിന്റെ മൂത്ത 2 ആൺമക്കളാണ്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ ബിസിനസ് ശൃംഖല ആരെങ്കിലും കൈകാര്യം ചെയ്യണമല്ലോ. ട്രംപ് ഓർഗനൈസേഷന്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നത് ട്രംപിന്റെ മൂത്ത മകൻ ട്രംപ് ജൂനിയർ. സൗദിയിൽ ട്രംപ് ആദ്യം പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്ക് സൗദിയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പുള്ളി തന്നെയാണ് ഗ്രീൻലാൻഡിലൊക്കെ കഴിഞ്ഞ ആഴ്ച പോയിട്ട് അവിടെ ബിസിനസ് നടക്കുമെന്നൊക്കെ നോക്കി വന്നത് നമ്മൾ കണ്ടിരുന്നു. അവിടുത്തെ ബിസിനസ് സാധ്യതകൾ, എല്ലാ ലോകത്ത് മുഴുവൻ ബിസിനസ് സാധ്യത അറിയാണ് പുള്ളിയുടെ പണി. ട്രംപിന്റെ 2 ആൺമക്കളും മിഡിൽ ഈസ്റ്റിൽ വലിയ ബിസിനസ് താല്പര്യങ്ങളുള്ളവരാണ്. അവർക്ക് പല മിഡിൽ ഈസ്റ്റ് കമ്പനികളായി നിലവിൽ കരാറുകളുണ്ട്, പദ്ധതികളുണ്ട്. സൗദി റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡാർ ഗ്ലോബൽ, കൂടാതെ ലീവ് ഗോൾഫിൽ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി പല നിക്ഷേപങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. ട്രംപിന്റെ ഹോട്ടലുകൾ, ഗൾഫ് കോഴ്സുകൾ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന തരം പദ്ധതികളാണ് ഇതിൽ പലതും എന്ന് പറയാം ഒരു വിശാലാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ. സൗദിയിൽ മാത്രമല്ല, ഒമാനിലുണ്ട്, ദുബായിലുണ്ട്, ജിദ്ദയിലുണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്, ബിസിനസ്സുകളുണ്ട്. പാർട്ട്ണർമാരാണ് ഇവർ ഈ രാജ്യങ്ങളുമായൊക്കെ. ഒമാനിൽ ട്രംപ് ബ്രാൻഡഡ് ആഡംബര റിസോർട്ട്, ഹോട്ടൽ, ഗോൾഫ് റിസോർട്ട് ഒക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് ക്ലിഫ് വില്ല, ഒമാൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ഒരു ഗോൾഫ് കോഴ്സ്, ഹോട്ടൽ, വില്ല എന്നിവയൊക്കെ ഉൾപ്പെടുന്ന പദ്ധതിയാണ്. ഇത് ഒമാൻ സർക്കാരുമായി ചേർന്ന് സൗദി കമ്പനിയായ ദാർ അൽ അർക്കാനാണ് ചെയ്യുന്നത്. അതേസമയം ട്രംപ് ഓർഗനൈസേഷനും ഡാർ ഗ്ലോബലിനും സൗദി അറേബ്യയിലെ ജിദ്ദയിലും ദുബായിലും ഒക്കെ 2 ട്രംപ് ടവർ പദ്ധതികളുണ്ട്. ട്രംപിന് ദുബായിൽ ഇതിനകം ഒരു ഗോൾഫ് ക്ലബ്ബ് സ്വന്തമായിട്ടുണ്ട്, 2017 സ്ഥാപിച്ചത്. ഹുസൈൻ സജ്വാനി വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള DAMAC പ്രോപ്പർട്ടീസിന്റെ പങ്കാളിത്തത്തോടു കൂടിയാണ് ദുബായിൽ ഈ ഗോൾഫ് ക്ലബ്ബ് സ്ഥാപിച്ചത്. 2025 ജനുവരിയിൽ US-ലുടനീളം പുതിയ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതിന് DAMAC കുറഞ്ഞത് $20 ബില്യൺ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു വാർത്താ സമ്മേളനത്തിൽ ട്രംപിനൊപ്പം സജ്വാനി വേദി പങ്കിട്ടിരുന്നു. ഒമാൻ, ജിദ്ദ, ദുബായ് എന്നിവിടങ്ങളിലൊക്കെ പുതിയ ബിസിനസ്സുകളിൽ ട്രംപ് ഓർഗനൈസേഷൻ ടവറുകളും ആഡംബര റിസോർട്ടുകളും ഒക്കെ രൂപകൽപ്പന ചെയ്യുകയും ബ്രാൻഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഈ ഡീലുകൾ പ്രധാനമായും ഉടമസ്ഥാവകാശത്തെക്കാൾ ബ്രാൻഡിങ്ങിലൂടെയാണ് നടക്കുന്നത്. ട്രംപ് അയാളുടെ പേര് ഉപയോഗിക്കാൻ അവകാശം കൊടുക്കുന്നു, അതിനു പകരം ദശലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. ഈ ജിദ്ദ കരാർ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് എറിക് ട്രംപ് ബ്രിട്ടീഷ് പത്രമായ ഫിനാൻഷ്യൽ ടൈംസിനോട് സംസാരിച്ചിരുന്നു. അപ്പൊ അതിൽ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ഈ മേഖലയിൽ ഞങ്ങൾ തീർച്ചയായും മറ്റു പദ്ധതികളൊക്കെ ചെയ്യും. ഈ മേഖലയ്ക്ക് സ്ഫോടനാത്മകമായ വളർച്ചയുണ്ട്, അത് ഉടൻ അവസാനിക്കില്ല എന്നാണ്. ട്രംപിന്റെയും മക്കളുടെയും മരുമകന്റെയും ഒക്കെ മിഡിൽ ഈസ്റ്റ് ബിസിനസ് താല്പര്യങ്ങൾ അവസാനിക്കുന്നില്ല. മിഡിൽ ഈസ്റ്റിലെ പണത്തിൽ കണ്ണു നട്ടിരിക്കുകയാണ് ഇവർ. ട്രംപ് പ്രോജക്റ്റുകൾ ഇന്ത്യയിലുമുണ്ട്. 2005 മുതലൊക്കെയുള്ള വലിയ ബിസിനസ്സുകളാണിത്. ഒരു 25 കൊല്ലമായിട്ട് ഇവർക്ക് മിഡിൽ ഈസ്റ്റ് ബിസിനസ് താല്പര്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. ട്രംപിന്റെ ജൂതൻ മരുമകൻ ഗസയിലെ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടിയിൽ കണ്ണ് വെച്ചിട്ടുണ്ട്. അതിനാൽ ട്രംപും മക്കളും മരുമകനും വെറുതെ അങ്ങ് പിന്തിരിഞ്ഞു പോകാനൊന്നും സാധ്യതയില്ല. അവർ ഗസയിലെ മനുഷ്യരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ, അവിടെ ബിസിനസ് ചെയ്യാൻ, ആ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടിയിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ നടത്തുന്ന ഒരു വിയറ്റ്നാം കോളനി സിനിമ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ ഗാസ അധ്യായം എന്ന് പറയുന്നത്.